നമ്മളുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണ്, അതിന് എത്രമാത്രം സഞ്ചരിക്കാൻ പറ്റും, ആ കഴിവുകളെ എത്രമാത്രം നമുക്ക് വികസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്യണം. എൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അങ്ങ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും നമ്മുടെ സമയം അതിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അങ്ങ് ചെയ്യാം. അതായിരിക്കണം നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവായിട്ടുള്ള മണി ബിലീവ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ബിലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ പേരൻസ് നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ അമിതമായിട്ട് പണം സമ്പാദിക്കുന്ന ആളുകളെല്ലാം മോശക്കാരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കള്ളക്കടത്തോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയ ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അവന് പണം ഉണ്ടായിട്ടെന്നെ കാര്യം, വല്ല വിലയുണ്ടോ അല്ലേ? അവന് കുറേ പണം ഉണ്ടാക്കി, പക്ഷേ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ വീട്ടിലേക്ക് നോക്ക്, അവൻ്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ മൊത്തം അസുഖങ്ങളാണ് അല്ലേ? പണക്കാരെല്ലാം മോശക്കാരാണെന്നുള്ള ആ ഒരു ചിന്ത. പണം ഉണ്ടാക്കുന്നവരെല്ലാം എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് ധനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരുടെ വീട്ടിലെല്ലാം എന്താണ്, എപ്പോഴും രോഗങ്ങളാണ്, അസുഖങ്ങളാണ്. ഈ പറയുന്ന ആളുടെ വീട്ടിൽ രോഗം മാറി ഒരു ദിവസം പോലും കാണുകയില്ല അല്ലേ? പക്ഷേ ആ പണക്കാരൻ്റെ വീട്ടിൽ വരുന്ന ഒരു ചെറിയ നിസ്സാര കാര്യം അത് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണവുമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെ അവർ ലിമിറ്റ് ചെയ്ത് കളയും. എന്നുവെച്ചാൽ അവർ അറിഞ്ഞുകൊണ്ടല്ല, അവരുടെ കാരണവന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, അല്ലെ അവരുടെ ടീച്ചേഴ്സ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുപോലെ അവരും ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെയും ആ ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മുടെ ഉള്ളിലുണ്ട്.